ആലപ്പുഴയിലേക്ക് നമ്മൾ ഇന്ന് പോകുമ്പോൾ കാത്തിരിക്കുകയാണ്. നെഹ്റു ട്രോഫി വള്ളം കളി നടക്കുന്ന ദിവസമാണ്. ഓളപ്പരപ്പിൽ അത്ഭുതങ്ങൾ തീർക്കുന്ന, മിന്നൽ വേഗത്തിന്റെ വിസ്മയങ്ങൾ തീർക്കുന്ന നെഹ്റു ട്രോഫി വള്ളം കളി നടക്കുകയാണ്. 22 ചുണ്ടൻ വള്ളങ്ങൾ അണിനിരക്കുന്നു. രാവിലെ 11 മണിക്ക് ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സോട് കൂടിയാണ് നെഹ്റു ട്രോഫിക്ക് തുടക്കമാകുന്നത്. ഇതാ ഇപ്പോൾ ഷാജഹാൻ ആലപ്പുഴയിൽ നിന്ന് നെഹ്റു ട്രോഫിയുടെ ആവേശവുമായി എന്നോടൊപ്പം ചേരുകയാണ്. നോക്കാം ഇന്നത്തെ ആവേശ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന്. ഷാജി, ഗുഡ് മോർണിംഗ്. ഷാജി, നെഹ്റു ട്രോഫിക്ക് വേണ്ടി ഇങ്ങനെതാ വള്ളങ്ങൾ പുന്നമടയിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ് ആലപ്പുഴ. 22 ചുണ്ടൻ വള്ളങ്ങൾ അല്ലേ? വിസ്മയങ്ങൾ തീർക്കുന്ന മത്സരങ്ങൾക്കായി നമ്മളും കാത്തിരിക്കുന്നു. തീർച്ചയായിട്ടും മനു, ഗുഡ് മോർണിംഗ്. വളരെ ആവേശത്തിലാണ് പുന്നമട. നമുക്കറിയാം ഇത്തവണ വീറും വാശിയും നിറഞ്ഞ ഒരു മത്സരമാണ് നമുക്ക് പുന്നമടയിൽ കാണാൻ സാധിക്കുക. തലവടി ചുണ്ടൻ, വിയപുരം ചുണ്ടൻ, ആരോമ, മേൽപ്പാടം, ചെറുതന, പുണ്യാളൻ, നടുഭാഗം അങ്ങനെ തുടങ്ങി ചുണ്ടൻ വള്ളങ്ങളുടെ ഒരു നീണ്ട നിരയാണ് മനു നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതിനകത്ത് ഏറ്റവും നമുക്ക് എടുത്തു പറയേണ്ടത് ഈ ചുണ്ടൻ വള്ളങ്ങളെല്ലാം 40 ദിവസത്തെ പരിശീലനത്തിന് ശേഷമാണ് വന്നേക്കുന്നത്. 40 ദിവസത്തെ പരിശീലനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓരോ വള്ളത്തിനും ഏതാണ്ട് 1.5 കോടി 2 കോടി രൂപയോളം ചെലവ് നമുക്ക് വരുന്നുണ്ട്. അങ്ങനെ വളരെ വലിയൊരു മത്സരത്തിനായിട്ട് ചുണ്ടൻ വള്ളങ്ങളെല്ലാവരും തന്നെ പുന്നമടക്കാലെത്തിയിരിക്കുന്നു. രാവിലെ ഹീറ്റ്സ് മത്സരങ്ങളാണ് നടക്കുന്നത്. നമുക്കിന്നിപ്പോൾ ഇവിടെ പുന്നമടയിൽ വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഇപ്പോൾ നമ്മൾ കുറച്ച് നമ്മളോടൊപ്പം തന്നെ വഞ്ചിപ്പാട്ടുകാരൊക്കെ ഉണ്ട്, വേറെ ഒരു ചെണ്ടമാളമുണ്ട്. ഇവരൊക്കെ തന്നെ പുന്നമടയിലേക്ക് രാവിലെ എത്തും. പക്ഷേ സമയമനുസരിച്ച് നമ്മൾ ലൈവ് കയറുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അടുത്ത ആൾക്കാർ കൊണ്ടുപോകുന്ന സ്ഥിതിയാണ്. കാര്യം ചാനലുകളുടെയൊക്കെ ഒരു മത്സരം പുന്നമടയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചേച്ചി, നമുക്ക് വഞ്ചിപ്പാട്ടിലോട്ട് കയറാം. ആദ്യം മനു ഒരു വഞ്ചിപ്പാട്ട് കയറിയിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് വരാം. നമുക്ക് വഞ്ചിപ്പാട്ടിലോട്ട് കയറാം. ഏതാണ് താമസമുണ്ട്? അപ്പോൾ കുഴപ്പമില്ല മനു, അല്പം താമസമുണ്ട്. സുജു ഉണ്ട് നമ്മളുടെ. സുജു ടി ബാബു രാവിലെ തന്നെ ഇവിടെ ഹാജരായിട്ടുണ്ട്. സുജു, എങ്ങനെയുണ്ട് ഈ പുന്നമടയും വള്ളംകളിയും? ഇപ്പോൾ എല്ലാ തവണയും വരുന്നതാണല്ലോ. തീർച്ചയായിട്ടും പുന്നമട വലിയ ആവേശത്താണ്. നമുക്കറിയാം നെഹ്റു ട്രോഫി എന്ന് പറയുമ്പോൾ കുട്ടനാട്ടുകാരുടെ ഏറ്റവും വലിയ ആവേശത്തിൻ്റെ ദിവസം തന്നെയാണ് നെഹ്റു ട്രോഫി വള്ളംകളി. 1952 നെഹ്റു നടുഭാഗം ചുണ്ടിലേക്ക് വള്ളം ചാടിക്കേറിയത് പോലും ഈ ആവേശം, കുട്ടനാട്ടുകാരുടെ ആവേശം കണ്ടു തന്നെയാണ്. ആ ആവേശത്തിന് 7 പതിറ്റാണ്ടിനപ്പുറവും ഒരു മാറ്റവുമില്ല. ഇത്തവണയും വലിയ ആവേശം തന്നെയാണുള്ളത്. ഇപ്പോൾ നമ്മുടെ ഒപ്പം തന്നെ ചേച്ചിമാർ വഞ്ചിപ്പാട്ട് പാടാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. പാടിക്കോളൂ, പാടിക്കോ. വേണ്ട, നമുക്ക് വേണ്ടി ഇപ്പം പാടും. പാടി. വസ്ത്രം തകതൈ തകതൈ കണ്ടാലത്ര കഷ്ടമേ, കണ്ടാലത്ര കഷ്ടമെത്ര ഇമ്മുഷിഞ്ഞ ജീർണ വസ്ത്രം, ജീർണ വസ്ത്രം കൊണ്ടു തറ്റുടുത്തിട്ടു തരിയവുമിട്ടേതൈ, ഇട്ടേതൈ കൊണ്ടു തറ്റുടുത്തിട്ടു തരിയവുമിട്ടേതൈ, ഇട്ടേതൈ മുണ്ടിൽ പൊതിഞ്ഞ പൊതിയായി, മുണ്ടിൽ പൊതിഞ്ഞ പൊതിയും മുണ്ടിൽ പൊതിഞ്ഞ പൊതിയും മുഖ്യമായ പുസ്തകവും, പുസ്തകവും തകതൈ തകതൈ രണ്ടും കൂടി കക്ഷത്തിങ്കൽ, രണ്ടും കൂടി കക്ഷത്തിങ്കൽ ഇടുക്കിക്കൊണ്ടേതൈ തകതൈ തകതൈ. അപ്പം ഇതാണ് മനു ഇവിടുത്തെ ഒരു അവസ്ഥ. നമുക്ക് അങ്ങോട്ട് നോക്കുമ്പോൾ കാണാം ഇവിടെയൊക്കെ തന്നെ ഈ അവസാന വട്ട ഒരുക്കങ്ങളൊക്കെ നടന്നു വരികയാണ്. ഇപ്പോൾ ഓരോ 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 വള്ളങ്ങളും ഇന്ന് രാവിലെ ഏതാണ്ട് 8 മണിയോടുകൂടിയാവും ഈ ചുണ്ടൻ വള്ളങ്ങളൊക്കെ തന്നെ രാവിലെ. നമുക്കറിയാം കഴിഞ്ഞ ഏതാണ്ട് 10-40 ദിവസത്തെ പരിസരത്തിന് ശേഷം ഈ വള്ളങ്ങളൊക്കെ കരയ്ക്ക് കയറ്റി വെച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ ഈ വള്ളങ്ങളെല്ലാം തന്നെ ഏതാണ്ട് 8-8:30 മണിയോടുകൂടി വീണ്ടും നീറ്റിലിറക്കും. അതിനുശേഷം വളരെ ആവേശത്തോടു കൂടിയായിരിക്കും ഈ ചുണ്ടൻ വള്ളങ്ങളൊക്കെ തന്നെ പുന്നമടയിലെത്തുക. ആര് ജയിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം മനു, കഴിഞ്ഞ തവണ വിജയിച്ച
നമ്മളൊക്കെ തന്നെ മനുവും ശരത്തും നമ്മളൊക്കെ തന്നെ ആദ്യം ലൈവായിട്ടൊക്കെ ചെയ്ത വീപരം ചുണ്ടനുണ്ട്. വീപരം ചുണ്ടൻ ഇത്തവണ മത്സര രംഗത്തേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ പോലും അത് വേറൊരു ക്ലബ്ബാണ്. അങ്ങനെ പല പല ക്ലബ്ബുകൾ പല ടീമുകളിൽ കളിക്കുന്നു. നേരത്തെ ഉണ്ടായിരുന്ന കരക്കാരുടെ മത്സരത്തിന് മാറ്റം വന്നിരിക്കുന്നു, ക്ലബ്ബുകളായിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് അതിനകത്ത് എടുത്ത് പറയാൻ സാധിക്കുന്നത് ഇപ്പോൾ വളരെ വലിയൊരു ക്ലബ്ബ്, ആ ക്ലബ്ബ് എങ്ങനെയായിരിക്കും ആ മത്സരത്തിൽ വിജയിക്കുന്നത്, അതിൻ്റെ വിജയസാധ്യത നോക്കിക്കൊണ്ട് അടുത്ത തവണ ആ ക്ലബിനെ ഒന്നായിട്ട് മറ്റൊരു ടീം വന്നിട്ട് അങ്ങനെ എടുക്കുന്നു. അങ്ങനെ ഈ വള്ളംകളിയുടെ കരക്കാരുടെ വള്ളംകളി എന്നും പറഞ്ഞ് പുന്നമടയിൽ നമ്മൾ മുമ്പ് നടന്നിരുന്നതിനൊക്കെ തന്നെ വലിയൊരു മാറ്റം വന്നിരിക്കുന്നു. എന്തായാലും നല്ല വാശിയേറിയ ഒരു മത്സരം കാണാൻ സാധിക്കുന്നുണ്ട്. ആരോമ ചുണ്ടനുണ്ട്. ആരോമ ചുണ്ടൻ ഈ കഴിഞ്ഞ ചമ്പക്കുളം മത്സരത്തിൽ വിജയിച്ചവരാണ്. അവരാണ് അറിയാം വില്ലേജ് ബോട്ട് ക്ലബ്ബ് ആയിരുന്നു അതിൻ്റെ അകത്ത് നേരത്തെ ഈ കഴിഞ്ഞ നെഹ്റു ട്രോഫി വിജയിച്ചത്. അതിനുശേഷം നടന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗ് പൂർണ്ണമായിട്ടും വിജയിച്ചത്. ആ ടീമിനെ പൂർണ്ണമായിട്ടും ആരോമ എടുത്തിട്ട് ആരോമയുടെ ചുണ്ടൻ വള്ളത്തിൽ അവർ കളിച്ചു. അങ്ങനെ ചമ്പക്കുളത്ത് വിജയിച്ചു. ഇത്തവണ UBC ഉണ്ട്, പുന്നമട ബോട്ട് ക്ലബ്ബുണ്ട്, പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബുണ്ട്. അങ്ങനെ ക്ലബ്ബുകളൊക്കെ തന്നെ വളരെ വലിയ ഒരു മത്സരത്തിനുള്ള തയ്യാറെടുപ്പ് നടത്തിയിട്ട് ക്യാമ്പുകളിലൊക്കെ പോയപ്പോൾ ഷാജിക്ക് കാണാൻ മനസ്സിലാക്കാൻ പറ്റിയൊരു പ്രതീക്ഷകൾ, ഒരു ആവേശം എന്താണ്? ഷാജിയുടെ ഒരു പ്രവചനം ആർക്കൊപ്പമാണ്? മനു, നമുക്കിത്തവണ അങ്ങനെ എടുത്തു പറയാൻ പറ്റില്ല. കാര്യം ഒരു 12 ചുണ്ടൻ വള്ളങ്ങൾ, ഈ 12 ചുണ്ടൻ വള്ളങ്ങളും വിജയസാധ്യതയുള്ളതാണ്. അവർ ഏത് സമയത്തും അല്ലെങ്കിൽ ഏത് നിമിഷവും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തി അവസാന നിമിഷങ്ങളിൽ കയറി വരാൻ പ്രാപ്തരായിട്ടുള്ള ടീമാണ്. ഇപ്പോൾ ചെണ്ടക്കാരൊക്കെ വന്നപ്പോൾ നമുക്ക് നിങ്ങൾ എവിടെ ഉള്ളവരോ നമ്മളെ ഒരു ചെറിയ രീതിയിലൊന്ന് അവതരിപ്പിക്കാമല്ലോ അല്ലേ? തുടങ്ങിക്കോ മനു. നമുക്ക് ഈ ചെണ്ടക്കാരുടെ ഒരു പ്രകടനം നമുക്കിപ്പോൾ കാണാം. ഇതൊക്കെ ഒരു ഓളമാണ്. ഇന്നത്തെ ദിവസത്തെ നമുക്ക് ഈ പുന്നമടയിലും പരിസരത്തിലും കാണാൻ സാധിക്കുന്ന ഒരു ഓളമാണ്. ഇനിയിപ്പോൾ കുട്ടനാട് ഓരോ നിമിഷവും ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ രാവിലെ ഏതാണ്ട് 7:30 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഈ സമയത്ത് ആളുകളൊക്കെ തന്നെ ഇങ്ങോട്ട് എത്തിച്ചേരുന്നതേ ഉള്ളൂ. ഇപ്പോൾ ചാനലുകളാണ് കൂടുതലായിട്ട് ഉള്ളത്. പക്ഷേ കുറച്ചുകൂടെ കഴിയുമ്പോൾ വള്ളംകളി കാണുന്നതിനായിട്ടുള്ള ആളുകൾ പുന്നമടയിലേക്ക് എത്തും. ഇപ്പോൾ അത്രത്തോളം ഒരു തിരക്കായിട്ടില്ല. മനു, അങ്ങനെ ചെണ്ടക്കാരുടെ ഒരു പ്രകടനമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇവരൊക്കെ തന്നെ ആലപ്പുഴക്കാരാണ്. വള്ളംകളിയുടെ ആവേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വള്ളക്കാർ, വഞ്ചിപ്പാട്ട്, അങ്ങനെ പല തരത്തിലുള്ള അവർ നമ്മൾ ചോദിച്ചു. പിന്നെ സുജു ടി ബാബു പറയുന്ന അവരോട് വള്ളംകളിയെക്കുറിച്ച് ചോദിച്ചു. ചേച്ചി, വള്ളംകളി കണ്ടിട്ടുണ്ടോ? വള്ളംകളി കണ്ടിട്ടുണ്ട്. ഞങ്ങൾ പുലിക്കാടൻ്റെ കൂടെ വള്ളത്തെ ഞങ്ങൾ കൊട്ടാൻ ഹൗസ് ബോട്ടേ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഈ പുതിയ പിള്ളേരൊക്കെ ഇത്തവണ ആരാണ് ആര് ജയിക്കണോ? നടുഭാവം ജയിക്കണോ? ചേച്ചിക്ക് ആരോ? നടുഭാവം. എന്താ നടുഭാവത്ത് ഇഷ്ടപ്പെടാൻ കാരണം എന്താ? എൻ്റെ മോളെ കെട്ടിച്ചിട്ട് ചമ്പക്കുളത്താ, അപ്പൊ അതുകൊണ്ട് ആയതുകൊണ്ട് നടുഭാവം ഇഷ്ടപ്പെടുന്നു. ചേച്ചിക്കോ? എനിക്കോ തന്നെ. ഇവരെല്ലാം നടുഭാഗം ചുണ്ടന്റെ ആരാധകരാണ്. അപ്പൊ ഇത്തവണ പൊളിക്കും അല്ലേ? പൊളിക്കണമല്ലോ. പുറകെ നിൽക്കുന്നവരോട് ചോദിക്കാം, എങ്ങനെയുണ്ട് ഇത്തവണ ആര് ജയിക്കണം ആഗ്രഹിക്കുന്നത്? നടുഭാഗം. നിങ്ങളെല്ലാം ചമ്പക്കുളംകാരാണോ? പുന്നപ്പുറ ഏത് ജയിക്കണോ? നടുഭാഗം ചുണ്ടന്റെ ആരാധകരാണ് ഇവർ മുഴുവൻ. സാധാരണ മനു, ഇനിയിപ്പോൾ നമുക്ക് കുമരകംകാരുടെ വിശേഷം എന്ന് അറിയണമല്ലോ. എന്തായാലും കുമരകത്തെയും കോട്ടത്തെയും ചുണ്ടൻ വള്ളങ്ങളൊക്കെ ശക്തരായിട്ടുള്ള ചുണ്ടൻ വള്ളമൊക്കെ വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് കുമരകം കോട്ടയം ഒക്കെ? എന്ത് പറയുന്നത്? വള്ളത്തെ കയറിയാണോ വന്നത്? തീർച്ചയായും ഈ വള്ളങ്ങളുടെ ഓളം ആലപ്പുഴ ആണെങ്കിലും
കോട്ടയത്തു നിന്ന് കുമരകത്തു നിന്ന് 5 വള്ളങ്ങളായി ഇത്തവണ മത്സരിക്കുന്നത്. അതുകൊണ്ട് ഇത്തവണ കപ്പ് എടുക്കുന്നത് കപ്പ് നമ്മൾ കോട്ടയത്തേക്ക് കൊണ്ടുപോകും. കോട്ടയത്തേക്ക് നമ്മൾ ഇത്തവണ കപ്പ് കൊണ്ടുപോകും, അതിൽ യാതൊരു സംശയവുമില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം 2ാം സ്ഥാനത്ത് വന്ന ഇമാനുവൽ ബോട്ട് ക്ലബ്ബ് ഇത്തവണ ഇറങ്ങുന്നത് ആർപ്പൂക്കര ചുണ്ടന് വേണ്ടിയാണ്. പുതിയ വള്ളം പണി കഴിച്ച് വളരെ ആവേശകരമായ ഒരു മത്സരത്തിന് വേണ്ടി ആർപ്പൂക്കര ചുണ്ടൻ ഇത്തവണ എത്തുക. അപ്പം ഇമാനുവൽ ബോട്ട് ക്ലബ്ബ് തുഴയുന്ന ആർപ്പൂക്കര ചുണ്ടൻ ഇത്തവണ കപ്പടിക്കുമെന്ന് തന്നെയാണ് അവരുടെ പ്രതീക്ഷ. കുമരകത്തിൻ്റെയും കോട്ടത്തിൻ്റെയും ആ ഒരു പ്രസക്തി കഴിഞ്ഞു. ഇനിയിപ്പോൾ കുട്ടനാട്ടുകാർ വളരെ വാശിയോടുകൂടി വരുന്ന നല്ല തുഴച്ചൽക്കാരുള്ള വള്ളങ്ങളാണ്. അതാണ് കഴിഞ്ഞ 2-3 തവണയായിട്ട് നമ്മൾ കാണുന്നത്. കാര്യം കുട്ടനാട്ടിൽ നിന്നുള്ള വള്ളങ്ങളാണ് ഇപ്പോൾ കപ്പെടുത്തുകൊണ്ടിരിക്കുന്നത്. കോട്ടയംകാരില്ലെങ്കിൽ ആലപ്പുഴ വള്ളംകളി പോലും നടക്കത്തില്ല പറഞ്ഞത്. കാരണം കോട്ടയത്ത് വള്ളം എത്തിയാലേ ഇവിടെ മുഴുവൻ ആൾക്കാരുണ്ടാവത്തുള്ളൂ. അതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. വെള്ളമാണ് കുട്ടനാട്ടിലോട്ട് വരുന്നത്, അതൊരു സത്യമാണ്. കോട്ടയത്തെ വെള്ളം പ്രത്യേകിച്ച് നമുക്കറിയാം, മീനച്ചിലാറ്റുകൊണ്ട് ഒഴുകിയെത്തുന്ന വെള്ളം അതൊക്കെ ഇവിടെ എത്തിയെങ്കിലും ഇവർക്ക് വള്ളംകളി നടത്താൻ വെള്ളമുള്ളൂ എന്നുള്ള കാര്യം ഓർക്കണം. അത് കോട്ടയത്തിന്റെ ഒരു ദയാദാക്ഷിണ്യം കൊണ്ടാണ് ആലപ്പുഴ വള്ളംകളി നടത്തുന്നത് നമ്മൾ പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. മാത്രമല്ല ഇത്തവണ കോട്ടയത്തുനിന്ന് 5 ചുണ്ടൻ വള്ളങ്ങൾ മത്സരിക്കുന്നുണ്ട്. കുമരകം ബോട്ട് ക്ലബ്ബ്, ഒപ്പം ഇമാനുവൽ ബോട്ട് ക്ലബ്ബ്, അങ്ങനെ 5ഓളം വള്ളങ്ങൾ ഇവിടെ ഇറങ്ങുമ്പോൾ 22 വള്ളങ്ങളിൽ 5 കോട്ടയത്തു നിന്നാണ്. അതുകൊണ്ട് കോട്ടയം ഇത്തവണ കപ്പടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഷാജിക, മനു എന്തായാലും കോട്ടയത്തെ ടീമൊന്നും മോശമല്ല എന്ന് നമ്മൾ പറയുന്നില്ല. കാര്യം നല്ല ടീമാണ് കോട്ടയത്തുള്ളത്. കുമരകത്തിൽ നിന്ന് നല്ല ചുണ്ടൻ വള്ളങ്ങൾ വളരെ വീറും വാശിയോടുകൂടി പുന്നമടയിൽ വന്നിരുന്നു. കഴിഞ്ഞ ദിവസം പരിശീലനം നടത്തിയിരുന്നു. അവർക്കൊക്കെ തന്നെ സാധ്യതകളുണ്ട്. പക്ഷേ ഈ 1200 മീറ്റർ ആര് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഫിനിഷ് ചെയ്യും, അതാണ് നമുക്ക് കാണേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് ഈ കുട്ടനാട്ടിലേക്ക് അല്പസമയങ്ങൾക്ക് ശേഷം വള്ളംകളി പ്രേമികളൊക്കെ തന്നെ ഒഴുകിയെത്തുക. മനു, തീർച്ചയായും ഷാജി, ഈ കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ ഈ ഫോട്ടോ ഫിനിഷിന്റെ ആവേശം കണ്ടിരുന്നല്ലോ, അത് വലിയ തർക്കങ്ങൾക്കൊക്കെ വഴിവെക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള തർക്കങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോ ഫിനിഷിംഗ് വന്നാൽ പരിഹരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും മനു, നമുക്കറിയാം കഴിഞ്ഞ തവണയൊക്കെ ഏതാണ്ട് ഒരു വള്ളം ഇഞ്ചോടിഞ്ച് വന്നു, സെക്കൻഡുകൾ, മില്ലി സെക്കൻഡുകൾ, അങ്ങനത്തെ ഒരു അവസ്ഥ വന്നപ്പോൾ അത് വളരെയധികം ഒരു കൺഫ്യൂഷൻ സംഘാടകർക്കും ജഡ്ജസിനുമൊക്കെ ഉണ്ടാക്കി. പക്ഷേ ഇത്തവണ അങ്ങനെ ഒരുപോലെ എത്തുന്ന വള്ളങ്ങൾ മില്ലി സെക്കൻഡ്സുകൾ പരിഗണിക്കുന്നില്ല. പകരം അതിൽ നിന്നും നറുക്കിട്ടെടുക്കുന്ന വള്ളത്തിന് 1ാം സ്ഥാനം നൽകാനൊരു തീരുമാനമാണ് നെഹ്റു ട്രോഫിയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ അവർ സ്വീകരിച്ചിരുന്നത്. അതിന് എത്രത്തോളം ഫലവത്താകുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ അത് എങ്ങനെ വരുമെന്നും പറയാൻ സാധിക്കില്ല. കാര്യം നമുക്കറിയാം, മനുവിനറിയാമല്ലോ, മനു കഴിഞ്ഞ തവണയും അതിന് മുമ്പും ഒക്കെ തന്നെ നമ്മൾ കണ്ടല്ലോ. കാര്യം ഒരു നെല്ലട എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ആ ഒരു വ്യത്യാസത്തിലാണ് ഓരോ വള്ളവും ഫൈനലിലേക്ക് ജയിച്ച് കയറുന്നത്. അപ്പോൾ ഒരിക്കലും കാര്യം അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ഏതാണ്ട് 10-40 ദിവസം രാവും പകലും പരിശീലനം നടത്തി ഏതാണ്ട് 1-2 കോടി രൂപയോളം മുടക്കി ഈ അവസാനം ഈ 3.5 മിനിറ്റ് അല്ലെങ്കിൽ 4 മിനിറ്റിന് വേണ്ടിയാണ് അവർ ഈ വാശിയേറിയ മത്സരത്തിനായി എത്തുന്നത്. അവിടെ വന്നതിന് ശേഷം അത് ഇഞ്ചോടിഞ്ച് മത്സരം വന്ന് അതൊരു നറുക്കെടുപ്പിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ചില തർക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ വള്ളംകളികളൊക്കെ നമ്മൾ കണ്ടതാണ്. അത് ഇത്തവണയും ഉണ്ടായിക്കൂടാ എന്നില്ല. കാര്യം വള്ളംകളി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം അവസാനം അതൊക്കെ കരക്കാരുടെ ആവേശമാണ്. ആ രീതിയിൽ സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ പരിഹരിക്കാൻ നമുക്ക് പ്രശ്നങ്ങളില്ല. ഷാജി, നിങ്ങൾ രണ്ടുപേരും കോട്ടയത്തിന്റെയും ആലപ്പുഴയുടെയും ഒക്കെ കഥ പറഞ്ഞുകൊണ്ട് രണ്ടുകൂടെ അവിടെ കിടന്ന് വലിയ ബഹളം വെച്ചല്ലോ. സനോജിനോട് എല്ലാവരും ചോദിക്കും.